എവരിബഡി വെൽക്കം ടു മൂവി മലയാളി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2017 റിലീസ് ചെയ്ത ബിയോണ്ട് ദ സ്കൈ ലൈൻ എന്നൊരു അടിപൊളി അമേരിക്കൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. എനിക്ക് പനിയായതുകൊണ്ട് ശബ്ദത്തിനൊക്കെ പോരായ്മയുണ്ട്, അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യ സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മൂവിയിൽ ഒരു നായികയായ റോസിനെ രണ്ടുപേര് ചേർന്ന് സ്ട്രെച്ചറിലേക്ക് കിടത്തിക്കൊണ്ട് പോവാണ്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ച ശേഷം ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത സീനിൽ ലോസ് ഏഞ്ചൽസിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. അവിടേക്ക് എത്തുന്ന ഇയാളാണ് നമ്മുടെ മൂവിയിലെ നായകനായ മാർക്കിൾ. സസ്പെൻഷൻ വാങ്ങിച്ചിരിക്കുന്ന മാർക്കിളിനെ കണ്ട അവന്റെ കൂട്ടുകാരൻ അവനെ വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. എന്തോ ഗുണ്ടായിസം കാണിച്ച മാർക്കിളിന്റെ മോനെ അവിടെയുള്ള വിറ്റ്നസ് റൂമിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. മകനെ പറ്റി സംസാരിക്കാനായിരുന്നു കൂട്ടുകാരൻ മാർക്കിളിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. വൈഫ് മരിച്ചപ്പോൾ മുതൽ നീ മാത്രമല്ല നിന്റെ മകനും വേറൊരു മാനസികാവസ്ഥയിലാണ്, നീ വേണം അവന് പറഞ്ഞു തിരുത്താൻ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ അവിടെ നിന്ന് പോയ ശേഷം മാർക്കിള് മകനെ വിളിച്ചുകൊണ്ട് സ്റ്റേഷന് പുറത്തു കടക്കുന്നു. കാറ് പണിപെട്ടിച്ചതുകൊണ്ട് ഇവര് തിരിച്ച് വീട്ടിലേക്ക് ട്രെയിൻ മാർഗമാണ് പോകുന്നത്. ട്രെയിനിൽ വെച്ച് മാർക്കിളുടെ മോനായ ട്രെൻഡ് അവൻ കേസിൽ കുടുങ്ങിയ കഥ അച്ഛനോട് വിവരിക്കാണ്. എന്നാൽ സാധാരണ അച്ഛന്മാരെ പോലെ അവനെ ശകാരിക്കാതെ ഇവിടെ മാർക്കിൾ മോന് നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. പെട്ടെന്നായിരിക്കും വേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന ഇവരുടെ ട്രെയിൻ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. ഭാഗ്യവശാൽ അതിനുള്ളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് അപകടമൊന്നും ഉണ്ടാകുന്നില്ല. കാരം തിരക്കി മാർക്കിള് എഞ്ചിൻ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവര് സംഭവിച്ചത് എന്താണെന്നറിയാൻ വേണ്ടി എമർജൻസിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുവാണ്. അന്നേരം അതിൽ നിന്ന് നിങ്ങൾ ആരും ആ പ്രകാശത്തിലേക്ക് നോക്കരുതെന്ന് ആ എമർജൻസിയിലെ ആൾക്കാർ പറയുവാണ്. വരാനിരിക്കുന്ന അപകടത്തെ പറ്റി കുറച്ചു കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും. ട്രെയിൻ ഇനി ഇറങ്ങില്ല എന്ന് മനസ്സിലാക്കിയ മാർക്കിള് ബാക്കിയുള്ള യാത്രക്കാർക്ക് നേതൃത്വം കൊടുത്ത് ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മുകളിൽ നിന്ന് വലിയ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇവരാകെ പേടിച്ചിരിക്കുവാണ്. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ മാർക്കിളിന്റെ കൂട്ടുകാരൻ നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ സംഭവിച്ചത് എന്തെന്നറിയാണ്ട് അയാളും തരിച്ചു നിൽക്കുമ്പോൾ ഇയാളെ പോലെ തന്നെ ഒരു ലേഡി ഓഫീസറും പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തു നിന്ന് പരക്കെയുള്ള നീല വെളിച്ചവും ആൾക്കാരുടെ നിലവിളികളും ഇവരും കേൾക്കുന്നു. കാര്യം എന്താണെന്നറിയാൻ ഒരു ഗണ്ണുമായി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുവാണ് ആ പോലീസ് ഓഫീസർ. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അടുത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. പുറത്തുള്ള നീല വെളിച്ചം കണ്ട് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരി അതെന്താണെന്നറിയാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ട്രെൻഡും അവളെ ഫോളോ ചെയ്യുവാണ്. എന്നാൽ ഇവർ കരുതിയതുപോലെ അത് വെറും ഒരു നീല വെളിച്ചമല്ലായിരുന്നു. ആ യാത്രക്കാരി നീല വെളിച്ചം കണ്ട് അവരുടെ കണ്ണ് വികൃതമായി. എന്നിട്ട് അവർ ആ നീല വെളിച്ചത്തിൽ ആകർഷിതയായി പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അവളെ തടയാനായി ട്രെൻഡ് അവളുടെ പുറകെ ചെല്ലുമ്പോൾ ആ നീല വെളിച്ചം കണ്ട് ഇവരും അതിന്റെ കൺട്രോളിൽ പെടുന്നു. ഇതെല്ലാം കണ്ട് കാര്യം പിടികിട്ടിയ ആ എഞ്ചിൻ ലേഡി നീലപ്രകാശത്തിൽ ഒരിക്കലും നോക്കരുതെന്ന് പറഞ്ഞ് മാർക്കിളിനെ പറഞ്ഞയക്കുന്നു. ആകാശത്തിലെ ഒരു വലിയ ഏലിയൻ ഷിപ്പിൽ നിന്ന് വരുന്ന ഈ വെളിച്ചം അതിൽ ആകർഷിക്കപ്പെട്ട താഴെയുള്ള മനുഷ്യരെ എല്ലാം ആ ഷിപ്പിലേക്ക് വലിച്ചെടുക്കുകയാണ്. അന്നേരം തന്നെ ട്രെൻഡിനെ പിടികൂടിയ മാർക്കിളിന് അവൻ അതിനുള്ളിലേക്ക് പോകാണ്ട് തടയാൻ കഴിഞ്ഞിരുന്നു. പുറത്തു നിൽക്കുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന് മനസ്സിലാക്കിയവര് തിരിച്ച് ആ റെയിൽ പാളത്തിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലുവാണ്. തിരിച്ച് ബോധത്തിലേക്ക് വന്ന ട്രെൻഡിനെ കൂട്ടി മാർക്കിൾ നടക്കുമ്പോൾ ഇവരുടെ എതിർവശത്തു കൂടെ വന്ന ഒരാളെ ഇവരെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അത് വേറെ ആരുമല്ല, മാർക്കിളിന്റെ ഫ്രണ്ടായ പോലീസുകാരനായിരുന്നു. ഏലിയൻ ഷിപ്പിൽ നിന്ന് വന്ന നീലി വെളിച്ചം കൺട്രോൾ ചെയ്ത മനുഷ്യരെ എല്ലാവരെയും വായുവിൽ ഉയർത്തിയത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. നമുക്കിവിടെ കുറെ നേരം നിൽക്കാൻ കഴിയില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇത് കേട്ട പോലീസ് പുറത്തെ അവസ്ഥ പറഞ്ഞ് ഇവരെ തടുക്കുവാണ്. ഈ ടണൽ പോകുന്നത് സൗത്ത് ഭാഗത്തേക്കാണ്, ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആ എഞ്ചിൻ ലേഡി പറഞ്ഞത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ടണൽ മാർഗം പോകാൻ തന്നെ തീരുമാനമെടുക്കുന്നു. അങ്ങനെ ഇവര് നടന്ന് ടണലിന്റെ അവസാനം എത്തുമ്പോൾ മാർക്കിൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നോക്കുന്നു. മനുഷ്യര് നിർമ്മിച്ച പ്ലെയിനുകൾ ആ ഏലിയൻ ഷിപ്പ് തകർക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു പ്ലെയിൻ മാത്രം ആ എയർഷിപ്പിലേക്ക് ബോംബിടുകയാണ്. എന്നാൽ ഇതിന്റെ ഫലമായി ആ സ്ഥലം മൊത്തം ബ്ലാസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് മനസ്സിലാക്കിയ മാർക്കിള് ബാക്കിയുള്ളവരെ വിളിച്ച് ഓടാൻ തുടങ്ങുമ്പോഴേക്കും ബ്ലാസ്റ്റിന്റെ ഫലമായി ഇവർ നിന്നിരുന്ന ടണൽ പൊളിയുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ കാണിക്കുമ്പോൾ ബിൽഡിങ്ങിലെ ഭാഗങ്ങൾ മുകളിലേക്ക് വീണ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ടണൽ പൊളിഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് പോകാൻ വലിയൊരു വിടവ് അവിടെ രൂപപ്പെട്ടിരുന്നു. അത് നോക്കിയവര് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവരുടെ പുറകെ വന്ന ഒരു ഏലിയൻ അതിന്റെ നീളമുള്ള കൈ വെച്ച് പോലീസുകാരനെ എടുത്തുകൊണ്ട് പോവാണ്. ഇത്
ഇത് കണ്ടൊന്നും പേടിക്കാത്ത മാർക്കൽ ഗണ്ണ് വെച്ച് അതിന് പലതവണ ഷൂട്ട് ചെയ്യുകയാണ്. ഈ ഏരിയയിൽ നിന്നും നീലപ്രകാശം വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ട്രെൻഡ് വീണ്ടും ആ നീലപ്രകാശത്തിൽ അട്രാക്ട് ആവുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി മാർക്കൽ ഷോട്ട് ഗൺ എടുത്തിട്ട് ആ ഏലിയന്റെ തല നോക്കി പലതവണ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അവസാനം അതിനെ കൊന്ന മാർക്കല് ട്രെൻഡിനെയും പോലീസുകാരനെയും രക്ഷപ്പെടുത്തുകയാണ്. അത് നിങ്ങളെ പിടിച്ചത് ചിലപ്പോൾ അതിനെ ജീവിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ ആ പോലീസുകാരിയെ പുറകിലുണ്ടായിരുന്ന ആ ഏലിയൻ പിടികൂടി അവളുടെ തലച്ചോറ് തലയിൽ നിന്ന് പറിച്ചെടുക്കുന്നു. ഏലിയന്റെ ഈ ആക്രമണം പെട്ടെന്നായതുകൊണ്ട് തന്നെ ആർക്കും അത് തടക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാർക്കലും ട്രെൻഡും തോക്കുകൊണ്ട് അതിനെ വെടിവെച്ച് ശ്രദ്ധ മാറ്റുന്ന നേരം കൊണ്ട് തന്നെ ബാക്കിയുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മുകളിൽ എത്തിയിരുന്നു. അങ്ങനെ അവസാനം ഏലിയനെ അവശനാക്കി മാർക്കൽ കയറുന്ന നേരം തന്നെ ഏലിയന്റെ നീളമുള്ള കൈ മാർക്കലിന്റെ കാലിൽ പിടിച്ചു വലിക്കുന്നു. കയ്യിൽ കിട്ടിയ ഫ്ലെയർ കാറിന്റെ പെട്രോൾ തരുന്ന ഭാഗത്തേക്ക് വെച്ച് മാർക്കൽ ഓടിച്ചെന്ന് പുറത്തെത്തിയ സമയം തന്നെ അത് പൊട്ടിത്തെറിച്ച് തീയിൽപ്പെട്ട് ഏലിയന്റെ കഥ കഴിയുന്നു. ഇത്രയും പോരാട്ടത്തിന് ശേഷം അവസാനം പുറത്തെത്തിയത് മാർക്കലും ട്രെൻഡും പോലീസുകാരനും എഞ്ചിൻ ലേഡിയും പിന്നെ കാഴ്ചയില്ലാത്ത ഒരു അപ്പൂപ്പനുണ്ട്. അയാളുടെ പേര് സാജ് എന്നാണ്. പുറത്തെത്തിയ ഇവര് കാണുന്നത് തകർന്ന് വീണിരുന്ന ആ ഏലിയൻ ഷിപ്പ് അതിന്റെ പഴയ രൂപത്തിലേക്ക് വീണ്ടും ആകുന്നതാണ്. ഇത് കണ്ട് പേടിച്ചവര് ഓടിപ്പോവാൻ നോക്കുമ്പോൾ ഏലിയൻ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു വലിയ ഏലിയൻ ഇവരെ പിന്തുടരുന്നു. പരിക്കേറ്റത് കൊണ്ട് ഒരുപാട് ദൂരം ഓടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പോലീസുകാരൻ കയ്യിലുണ്ടായിരുന്ന ഒരു പിസ്റ്റള് മാർക്കൾക്ക് കൊടുത്ത് നീ നിന്റെ മകനെയും ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്തും, ഞാൻ അതിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് വരാം. ഇത് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ആ ഏലിയന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നു. ഗൺ അയാൾ ഫയർ ചെയ്യുമ്പോൾ ഏലിയന് ഒന്നും പറ്റുന്നില്ല. പോലീസുകാരനെ കണ്ട ഏലിയൻ അയാളെ കൊല്ലാണ്ട് കൈയിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുവാണ്. മാർക്കലും കൂട്ടരും ഇവരെ രക്ഷിക്കാൻ എത്തുന്ന ഹെലികോപ്റ്റേഴ്സിനെ ഇവരുടെ അടുത്തേക്ക് വിളിക്കുന്ന നേരത്ത് ആ വലിയ ഏലിയൻ ഇവിടേക്ക് എത്തി ആ 3 ഹെലികോപ്റ്റേഴ്സിനെയും തകർക്കുന്നു. ഏലിയൻ ഷിപ്പാണെങ്കിൽ ഇവര് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന നീലപ്രകാശത്തിൽ ഇവരെ ട്രാപ്പാക്കി ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇവരുടെ കൂടെ തന്നെ ആ വലിയ ഏലിയനും ഏലിയൻ ഷിപ്പിലേക്ക് കയറി പോകുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ട ആ വലിയ ഏലിയൻ ഒരു റോബോട്ടായിരുന്നു. അതിനെ കൺട്രോൾ ചെയ്തത് മനുഷ്യരുടെ അത്ര വലിപ്പമുള്ള ഒരു ഏലിയനും. അടുത്ത സീനിൽ മാർക്കലിനെയാണ് കാണിക്കുന്നത്. കണ്ണു തുറന്നവൻ കാണുന്നത് ഏലിയൻ ഷിപ്പ് വലിച്ചെടുത്ത എല്ലാവരെയും ഒരു വലിയ ഹാളിൽ കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഈ സമയം ഇവിടേക്ക് എത്തുന്ന ഒരു ഏലിയൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ തലച്ചോറെടുത്ത ശേഷം അവരെ ഏലിയൻ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കളയുന്നു. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് വേണ്ടത് മനുഷ്യരെയല്ല, അവരുടെ തലച്ചോറ് മാത്രം. മാർക്കലാണെങ്കിൽ അതിന്റെ കയ്യിൽ പെടാണ്ട് വേഗത്തിൽ മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഏലിയൻ എടുത്തത് തലച്ചോറെടുക്കാൻ പോകുന്നത് ട്രെൻഡിന്റെ ആയിരുന്നു. ഇത് കാണുന്ന മാർക്കൽ അവന്റെ കയ്യിലെ പിസ്റ്റൾ വെച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്യുവാണ്. എന്നാൽ ഈ നടക്കുന്ന കാര്യം ഏലിയൻ ഷിപ്പിലെ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ലീഡർ ഏലിയൻ കാണുന്നുണ്ട്. അതിനാൽ ഈ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും ആ ഏലിയൻ മുകളിലേക്ക് വലിച്ചെടുക്കുന്നു. അതിൽ പെടാത്ത മാർക്കലിനെ തലച്ചോറ് ഏലിയൻ പിടിക്കുന്നുണ്ട്. എന്നാൽ കയ്യിലുള്ള ഗണ്ണിന്റെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന മാർക്കൽ ഏലിയൻ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭാഗത്തും വീഴ്ചയിൽ അവന്റെ കാലിലേക്ക് ഒരു കൂർത്ത കമ്പി കുത്തിക്കയറുന്നു. ശരിക്കും അത് കാലിൽ കുത്തിക്കയറിയത് കൊണ്ടാണ് താഴേക്ക് വീണാണ്ട് അവൻ രക്ഷപ്പെട്ടത്. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട മാർക്കൽ മകന് വേണ്ടി വീണ്ടും ഏലിയൻ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അവിടെയുള്ള റൂമിൽ കയറുന്ന മാർക്കൽ കാണുന്നത് മനുഷ്യരുടെ ഈ അടുത്ത തലച്ചോറ് ഓരോ ഏലിയന്റെ തലയിലേക്ക് കുത്തിക്കേറ്റുന്നതാണ്. അതുമല്ല മാർക്കൽ നിൽക്കുന്ന സ്ഥലത്തായി നിരവധി ഗർഭിണികളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് അവരെ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതൊന്നും സഹിക്കവയ്യാണ്ട് വേറെ റൂമിലേക്ക് മാർക്കൽ എത്തുമ്പോൾ അവിടെ മൊത്തം വയറ്റിൽ നിന്ന് എടുത്ത കുഞ്ഞുങ്ങളെ തൂക്കിയിട്ട് വളർത്തുകയാണ് ഏലിയൻസ്. അന്നേരം തന്നെ അവിടേക്ക് തലച്ചോറെടുക്കുന്ന ഏലിയൻ വന്നിരുന്നു. അതിനെ ഷൂട്ട് ചെയ്തവൻ പുറകോട്ട് മാറുമ്പോൾ ചെന്നിടിക്കുന്നത് വേറൊരു ഏലിയനെയും. ഈ ഏലിയൻ ഇവനെ ആക്രമിക്കാണ്ട് ഇവനെ ഉപദ്രവിക്കാൻ വന്ന മറ്റേ ഏലിയനായിട്ട് ഫൈറ്റ് ചെയ്യുവാണ്. ഈ നടന്നതെല്ലാം കൺട്രോൾ റൂമിലിരുന്ന് ലീഡർ ഏലിയൻ കാണുന്നുണ്ടായിരുന്നു. ഈ സമയം മാർക്കലിന് മനസ്സിലാവാണ് ഇത് നല്ല ഏലിയൻ ആണെന്ന്. അവൻ അതിനെ പുറകെ ചെല്ലുമ്പോൾ ഈ നല്ല ഏലിയൻ അതിന്റെ കൈ പഴുപ്പിച്ച് ഇവന്റെ മുറിവിൽ വെച്ച് അവനെ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് ആ നല്ലവനായ ഏലിയൻ ഇവരെയും വിളിച്ചുകൊണ്ട് വേറെ റൂമിലേക്ക് ചെല്ലുന്നു. അവിടെ താഴെയായി ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുന്നുണ്ട്. എന്റെ വാട്ടർ ബ്രോക്കായി, എനിക്ക് എത്രയും പെട്ടെന്ന് സഹായം വേണം. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാം, കാരണം ഞാനൊരു പോലീസാണ്. ഇത് കേട്ട ലേഡി അവരുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. നീലപ്രകാശം എന്റെ ശരീരത്തിൽ പതിച്ചപ്പം മുതൽ എന്റെ വയറ്റിനുള്ളിലെ കുഞ്ഞ് വളരാൻ തുടങ്ങിയിരുന്നു. ഈ ഏലിയൻ ഷിപ്പിൽ അകപ്പെട്ട ശേഷം എന്റെ ഭർത്താവിന്റെ തലച്ചോറെടുത്ത് ഇവര് വേറൊരു ഏലിയന്റെ തലയിൽ വെച്ച ശേഷവും എന്റെ ഭർത്താവിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടില്ലായിരുന്നു.
മറ്റുള്ളവരെ പോലെ എന്റെ കുഞ്ഞിനെ എടുക്കാൻ നേരത്ത് എന്റെ ഭർത്താവാണ് അവരിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കഴിഞ്ഞും മാർക്കിളിന്റെ സഹായത്തോടെ ഒരു പെൺകുഞ്ഞിന് ഇവള് ജന്മം കൊടുക്കുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഇവൾ മരിച്ചു പോയിരുന്നു. തന്റെ മകനെ കണ്ടെത്താൻ സഹായിച്ചാൽ നിങ്ങളുടെ മകളെ ഞാൻ എന്തായാലും ഷിപ്പിന് വെളിയിലെത്തിച്ചേക്കാം എന്ന് പറഞ്ഞ് ഏലിയനുമായി ഡീല് വെക്കുകയാണ് മാർക്ക്. അടുത്ത സീനിൽ ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. അവനെയും മറ്റുള്ളവരെയും തലകീഴായി തൂക്കിയിട്ടിരിക്കുകയാണ്. ട്രെൻഡും ഏഞ്ചൽ ഒത്തുചേർന്ന് അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെടുന്നു. ഈ സമയം ഏലിയന്റെ ഒപ്പം പാത്തും പതുങ്ങിയും മാർക്കിള് മെയിൻ റൂമിലേക്ക് എത്തിയിരുന്നു. അവിടെയായിരുന്നു നിരവധി വലിയ റോബോട്ടുകളെ വെച്ചിരുന്നത്. ഏലിയൻ ആവട്ടെ ഒരു മിഷനിൽ കൈയിട്ട് പുറത്തേക്കെടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ എക്യുപ്മെന്റ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അതുപോലെ ഏലിയൻ പറഞ്ഞ് മാർക്കിളും ചെയ്യുമ്പോൾ അവന്റെ കയ്യിലും അതേപോലെ എക്യുപ്മെന്റ്സ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. എന്നാലോ ഈ സമയം അങ്ങോട്ടേക്ക് വരികയാണ് ലീഡർ ഏലിയൻ. മാർക്കിളിന്റെ കയ്യിലുള്ള കുഞ്ഞിനെ കാണുന്ന ഏലിയന് അതിന്റെ DNA ചുവന്ന നിറത്തിലുള്ളതാണെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ ഈ സീൻസിലൊക്കെ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എല്ലാ ഏലിയനിൽ നിന്നും വരുന്ന ലൈറ്റിന്റെ കളറ് ബ്ലൂ ആണ്, നമ്മുടെ നല്ല ഏലിയന്റെ റെഡ് കളറും. അപ്പോൾ ഈ കുഞ്ഞിന്റെ DNA വെച്ച് നമുക്ക് ദുഷ്ടന്മാരായ ഏലിയൻസിനെ എല്ലാം നല്ലവരാക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയ ലീഡർ ഏലിയൻ ഇവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും നല്ലവനായ ഏലിയൻ അവിടെ ഒരു സ്ഥലത്ത് വിടവുണ്ടാക്കി മാർക്കിളിനെയും കുഞ്ഞിനെയും അതിലൂടെ സുരക്ഷിതരായി പറഞ്ഞുവിടുന്നു. എന്നിട്ട് അങ്ങോട്ട് എത്തിയ ലീഡർ ഏലിയനുമായി ഫൈറ്റ് ചെയ്യുവാണ്. കുഞ്ഞുമായി വിടവിലൂടെ പുറത്തേക്ക് എത്തിയ മാർക്കിൾ എത്തുന്നത് ട്രെൻഡിനെയും മറ്റുള്ളവരെയും തൂക്കിയിട്ട സ്ഥലത്തേക്കായിരുന്നു. ഏഞ്ചൽ ലേഡിയും ട്രെൻഡും മാർക്ക് ഇവിടേക്ക് വന്നത് അറിയുന്നുണ്ട്. ഈ സമയമായിരിക്കും ഇവിടേക്ക് തലച്ചോറെടുക്കുന്ന ഏലിയൻ കടന്നു വരുന്നത്. ഇത് കാണുന്ന ട്രെൻഡ് തൂങ്ങിക്കിടക്കുന്ന സാജനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട മാർക്കിള് കുഞ്ഞിനൊരു സ്ഥലത്തായി സുരക്ഷിതമായി വെച്ച് ട്രെൻഡിനെ സഹായിക്കാനായി പോകുന്നു. ഏലിയൻ ആവട്ടെ തൂങ്ങിക്കിടന്ന ഓരോരുത്തരുടെയും തലച്ചോറ് എടുത്തുകൊണ്ടിരിക്കുന്നു. സാജ തൂങ്ങിക്കിടന്ന വള്ളിയില് ട്രെൻഡ് ചാടിക്കേറിയപ്പോൾ തന്നെ അത് പൊട്ടുകയാണ്. ഇവര് താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ ട്രെൻഡിന്റെ കയ്യിൽ മാർക്കിൾ കയറി പിടിക്കുകയാണ്. സാജന് താഴത്തെ തട്ടിലേക്ക് കയറി രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും ട്രെൻഡിന്റെ കാലിൽ ഏലിയൻ പിടിച്ചിരുന്നു. മാർക്കിൾ അവനെ ഏലിയനെ വിട്ട് കൊടുക്കാണ്ട് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ വിട്ട് അവരെ രക്ഷിക്കൂ എന്ന് അവസാനമായി പറഞ്ഞ് ട്രെൻഡ് ഏലിയന് കീഴ്പ്പെടുന്നു. ഇത് കണ്ട് സങ്കടവും ദേഷ്യവും വന്ന മാർക്കിൾ ഏലിയനെ അടിച്ചിട്ട് അതിനൊരു സൈഡാക്കി. എന്നാൽ ഈ സമയത്ത് തന്നെ നല്ല ഏലിയനെ അടിച്ചിട്ടിട്ട് ലീഡർ ഏലിയൻ ഇവിടേക്ക് എത്തിയിരുന്നു. താഴെ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനായി അതടുത്ത് വരുമ്പോഴേക്കും സാർജ് ഇടയിലേക്ക് കയറി ഏലിയന്റെ ശ്രദ്ധ തിരിക്കുന്നു. അന്നേരം തന്നെ താഴെ കിടന്ന കുഞ്ഞിനെടുത്ത് ഏഞ്ചൽ ലേഡി മാർക്കിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. മരിക്കാൻ പോകുന്ന നിമിഷത്ത് നല്ല ഏലിയൻ കയ്യിൽ കിട്ടിയ ഒരു ബോംബ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക് എറിയുന്നു. ഇതിന്റെ ഫലമായി തന്നെ ഷിപ്പ് തകർന്ന് താഴേക്ക് അത് വന്ന് പതിക്കുകയാണ്. അടുത്ത സീന് നമ്മളെ കാണിക്കുന്നത് 2 ഇന്തോനേഷ്യക്കാരെയാണ്. ഏലിയൻ ഷിപ്പ് തകർന്നു വീണത് കണ്ട് അതിനടുത്തേക്ക് ചെല്ലുന്ന ഇവർക്ക് അവിടെ നിന്ന് ഒരു മുട്ട കിട്ടുവാണ്. മാർക്കിളും കൂട്ടരും ആ ഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മരിക്കാത്ത ആ ലീഡർ ഏലിയൻ തകർന്നുപോയ ആ ഷിപ്പിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറ്റുവാണ്. മാർക്കും കൂട്ടരും ചെന്നപ്പെടുന്നത് ആ ഇന്തോനേഷ്യക്കാരുടെ മുന്നിലേക്കായിരുന്നു. മാർക്കിനെയും കൂട്ടരെയും കണ്ട ഇവര് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ കൈക്കുഞ്ഞിനൊക്കെ കാണിച്ച് ഇവരത് തടയുവാണ്. എന്നാൽ ഈ സമയത്ത് തന്നെ സാർജ് മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഷിപ്പ് പഴയ അവസ്ഥയിലേക്ക് ആയതുകൊണ്ട് തന്നെ പുതിയ ഏലിയൻസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് വീണ്ടും ആരംഭിച്ചിരുന്നു. ട്രെൻഡിന്റെ തലച്ചോറ് വെച്ചുകൊടുക്കുന്ന ഏലിയന് അവന്റെ മെമ്മറീസ് എല്ലാം മിന്നിമറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും കൂടുതലായൊന്നും ഓർമ്മ വരാത്തത് കൊണ്ട് ഇവനൊരു ഏലിയനായി മാറിക്കഴിഞ്ഞു. ഏലിയൻസ് ജനങ്ങളെ ആക്രമിക്കുന്ന ഈ സമയത്തും രാജ്യങ്ങൾ കൈയടക്കാൻ വേണ്ടി പല ഉദ്യോഗസ്ഥരും യുദ്ധം നടത്തുന്നുണ്ട്. അമേരിക്കയും ഇന്തോനേഷ്യ കൈയടക്കാൻ വേണ്ടി യുദ്ധം നടത്തിയിരുന്നു. ഇന്തോനേഷ്യക്കാരിൽ ചേട്ടന്റെ പേര് സുവ എന്നും അനീറ്റയുടെ പേര് കെന്ന എന്നുമാണ്. തങ്ങളുടെ രാജ്യം കൈവിട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുന്നവരാണ് സുവയും കെന്നിയും. ഇന്തോനേഷ്യക്കാരുടെ കൂടെ പോയിരുന്ന മാർക്ക് ഒരു പോലീസാണെന്ന് അറിഞ്ഞവര് ഇവരുമായി ഫൈറ്റ് ചെയ്യുവാണ്. 2 കൂട്ടുകാരുടെയും ഫൈറ്റ് മൂർച്ഛിക്കുന്ന സമയത്തായിരിക്കും ഇന്തോനേഷ്യക്കാരുടെ ശരിക്കും എതിരാളികളായ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. അവരുടെ കണ്ണിൽ പെടാണ്ട് മാറിയിരിക്കാൻ പറയുകയാണ് കെന്നിയും സുവയും. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ ഒപ്പം സഹായിക്കാൻ കൂടാമെന്ന് പറഞ്ഞ മാർക്ക് സുവയുമായി ഡീൽ വെക്കുന്നു. അന്നേ ദിവസം രാത്രി ഇവരെല്ലാം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. ഏലിയൻ ഷിപ്പിൽ വെച്ച് താൻ കണ്ട കാര്യങ്ങളെ പറ്റി വിശദീകരിക്കുമായിരിക്കും മാർക്ക്. എന്നാൽ ആ പറഞ്ഞത് വിശ്വസിക്കണോ വേണ്ടയോ എന്നോർത്തിരിക്കുമായിരിക്കും സുവയും കെന്നിയും. അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് മാറി മാർക്ക് ഒരു സ്ഥലത്ത് മോതിരം നോക്കി നിൽക്കണം. ഇത് ആരുടെ മോതിരം? ഇതെന്റെ ഭാര്യയായ റോസിന്റെയാണ്. ആ കുട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ഓരോ ദിവസം കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കുവാണ്.
അടുത്ത ദിവസം രാവിലെ ഉറങ്ങിക്കിടന്ന മാർക്കിന്റെ നെറ്റിയിൽ ആരോ തോക്ക് കൊണ്ട് വെച്ചപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. ആ പോലീസുകാരൻ തോക്കുമുനയിൽ നിർത്തി മാർക്കിനെ എഴുന്നേൽപ്പിച്ച് ഓമനി ഓമനി എന്നുറക്കെ വിളിച്ചു പറയുന്നു. പെട്ടെന്ന് സുവ അയാൾക്കിട്ട് വെടിവെക്കുകയാണ്. താഴെ വീണ അയാളെ കൊല്ലാൻ തുടങ്ങുന്ന സുയിനെ തടഞ്ഞുകൊണ്ടുവരികയാണ് എഞ്ചിൻ ലേഡി. അത് തീർപ്പാക്കി എഞ്ചിൻ ലേഡി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അത് കണ്ടു ഞെട്ടി. ആ കായ്ക്കുഞ്ഞ് ഒരു ദിവസം കൊണ്ട് 2-3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയായി മാറിയിരുന്നു. ഇവിടുന്ന് സുയയും കെന്നിയും ഇവരെ വിളിച്ച് ഒരു വലിയ ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിലെ അണ്ടർഗ്രൗണ്ട് ആയിരുന്നു ഇവരുടെ എല്ലാം ഒളിസ്ഥലം. രക്ഷപ്പെട്ട് അവിടെ എത്തിയിരുന്ന ഒരു സയന്റിസ്റ്റിനടുത്ത് ഇവർ ഈ കുട്ടീനെ കാണിക്കുന്നു. അങ്ങനെ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്ന ഇയാൾക്ക് ഏലിയൻ ഷിപ്പിൽ നിന്ന് കിട്ടിയ ഒരു മുട്ട കെന്യ ഇയാൾക്ക് കൊണ്ടുകൊടുക്കുന്നു. ആ കുട്ടിയുടെ DNA മനുഷ്യന്മാരുടെ DNAക്കാളും വ്യത്യാസമുണ്ട്. സയന്റിസ്റ്റ് ഈ പറഞ്ഞത് കേട്ട കെന്യ നേരെ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ പ്രശ്നമുണ്ടാക്കാനാണെന്ന് മനസ്സിലാക്കിയ എഞ്ചിൻ ലേഡി അവളെ തടഞ്ഞു നിർത്താൻ നോക്കുന്നു. ഈ തർക്കം കണ്ടെത്തുന്ന സ്വയമാർക്കം ഇവന്മാരെ 2 പേരെയും മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടി മനുഷ്യനല്ല ഒരു ഏലിയനാണെന്ന് വിളിച്ചു പറയുന്ന കെന്നിയോട് മാർക്കിന് നടന്നതെല്ലാം ബാക്കിയുള്ളവരോട് പറയേണ്ടി വരുന്നു. അടുത്ത സീനിൽ സയന്റിസ്റ്റ് എല്ലാവരെയും മുത്തുകൂട്ടി കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാണ്. കുട്ടിയുടെ ഹെൽത്ത് വളരെ വീക്കാവുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ ശരീരത്തിലെ രക്തം മാറ്റി പുതിയ രക്തം ചേർക്കണം. സയന്റിസ്റ്റ് പറഞ്ഞത് കേട്ട് മാർക്കാണ് കുട്ടിക്ക് രക്തം നൽകുന്നത്. പ്രോസസ്സ് കഴിഞ്ഞതിലൂടെ കുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പുറത്തു വരികയാണ്. മുട്ടയിലെ ബ്ലൂ ഫ്ലൂയിഡ് എടുത്ത സയന്റിസ്റ്റ് ഏലിയൻസിന് ഇത്രയും പവർ കൊടുക്കുന്നത് ഈ ഒരൊറ്റ സാധനമാണ്. ഇതിനെ തകർക്കാനുള്ള നമ്മുടെ ഏക പ്രതീക്ഷയാണ് ആ കുട്ടി. അവളുടെ ബോഡിയിൽ നിന്ന് കിട്ടുന്ന ഒരു ബോട്ടിൽ സെറം ഏലിയൻ ഷിപ്പിലെ ഡെലിവറി സിസ്റ്റത്തിലേക്ക് നമുക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അവരെ എല്ലാം മോചിതരാക്കാൻ കഴിയും. അടുത്ത ദിവസം ആയപ്പോഴേക്കും ലീഡർ ഏലിയൻ ആ ഷിപ്പ് പുതിയൊരെണ്ണമായി മാറ്റിയിരുന്നു. എന്നിട്ട് ചുവന്ന DNA കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതൊന്നും അറിയാതെ എഞ്ചിൻ ലേഡിയും കെന്നിയും ഒരു സ്ഥലത്തായിട്ട് ബോംബുകളെല്ലാം സ്ഥാപിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ഇവർ നിൽക്കുന്ന മലമുകളിലേക്ക് റോബോട്ട് ഏലിയൻ കടന്നു വരുന്നത്. ഈ നടക്കുന്നതെല്ലാം അവിടുത്തെ CCTV ക്യാമറയിലൂടെ സുയയും സയന്റിസ്റ്റും കാണുന്നുണ്ട്. കെന്നി ആവട്ടെ റോബോട്ടിനടുത്തുള്ള ബോംബ് പൊട്ടിച്ചെങ്കിലും അതിനൊന്നും ആകുന്നില്ല. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോഴോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബുള്ളറ്റും തീർന്നു പോകുന്നു. വേറെ വഴിയില്ലാണ്ട് ഓടിപ്പോകുന്ന കെന്നിയായിരുന്നു ആ റോബോട്ടിന്റെ ടാർഗറ്റ്. ഓടി ഓടി കെന്നി എത്തുന്നത് മൈൻ ഫീൽഡിലേക്കാണ്. പുറകെ ആ റോബോട്ടും. അവിടെയുള്ള കുഴിബോംബിൽ ചവിട്ടുന്ന റോബോട്ടും കെന്നിയും ഒരുമിച്ച് തെറിച്ചു പോകുന്നു. അതിൽ കെന്നിക്ക് യാതൊന്നും പറ്റുന്നില്ലെങ്കിലും റോബോട്ടിന്റെ ഒരു കൈ പോയായിരുന്നു. CCTVയിലൂടെ ഇതും കാണുന്ന സുയും സയന്റിസ്റ്റും അവളോട് ഓടിപ്പോകാൻ പറയുമ്പോൾ അത് കേട്ട് ഓടിപ്പോകുന്ന അവൾ ഒരു കുഴിബോംബിൽ അബദ്ധത്തിൽ കയറി ചവിട്ടുന്നു. തനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയവള് അടുത്ത റോബോട്ട് എത്തിയതും കാലെടുത്ത് ബോംബ് ബ്ലാസ്റ്റായി ഇരുവരും മരിക്കുന്നു. ഈ സമയം അവിടേക്ക് ഷിപ്പുമായി എത്തുന്ന ലീഡർ ഏലിയന് ആ കുട്ടി ടെമ്പിളിന്റെ അകത്താണെന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു. തിരിച്ചെത്തിയ എഞ്ചിൻ ലേഡിക്ക് ഒപ്പമുണ്ടായിരുന്ന കെന്നിയുടെ മരണത്തിൽ കുറ്റബോധവും സങ്കടവും ഉണ്ട്. അത് മനസ്സിലാക്കി മാർക്ക് അവളെ സമാധാനിപ്പിക്കുന്നു. ഏലിയൻ ഷിപ്പിന്റെ അടുത്ത വരവ് ഇങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കിയ സുവ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ആ ഏലിയൻ ഷിപ്പിൽ ഇപ്പോൾ എത്തും. എനിക്ക് ആ സിറിഞ്ചൊന്ന് തരാമോ? നിനക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അവിടേക്ക് കടന്നാൽ തന്നെ മരണം ഉറപ്പാണ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ മകൻ അതിനുള്ളിലുണ്ട്. അവനെ രക്ഷിക്കണം. കാര്യം മനസ്സിലായത് കൊണ്ട് സുവ അവന് സിറിഞ്ച് നൽകുന്നു. എന്നിട്ട് അവിടെയുള്ളവരെല്ലാം ഏലിയൻസ് ഉള്ളിലേക്ക് കടന്നാൽ ബോംബിട്ട് അവരെ കൊല്ലാനുള്ള ട്രാപ്പ് ഒരുക്കി കാത്തിരിക്കുകയാണ്. പുറത്തെത്തിയ മാർക്ക് ഏലിയൻസിന്റെ കണ്ണിൽ പെടാണ്ട് ഒളിഞ്ഞും മറിഞ്ഞും അവസാനം ഏലിയൻ ഷിപ്പിന്റെ ഉള്ളിൽ കടക്കുന്നു. ക്ഷേത്രത്തിന്റെ ടണലിൽ കൂടെ വന്ന ഏലിയനെ ക്യാമറയിലൂടെ കണ്ട സുയയും സംഘവും കൃത്യസമയത്ത് തന്നെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് ആ വന്ന ഏലിയനെ കൊല്ലുകയാണ്. അത് കാണാനായി എല്ലാവരും അവിടേക്ക് എത്തിയ സമയത്തായിരിക്കും ഇവരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ഏലിയന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനാൽ സുയയുടെ സഹായികളെ ആ ഏലിയൻ നിഷ്പ്രയാസം കൊന്നൊടുക്കുന്നു. ഫൈറ്റിംഗിൽ നല്ല കഴിവുള്ള സുയയ്ക്ക് പോലും ഏലിയന്റെ ആക്രമണത്തിൽ പരിക്കു പറ്റുന്നുണ്ടെങ്കിലും അവൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഫൈറ്റിന്റെ അവസാനം ട്രാപ്പിലാകുന്ന ഏലിയനെ തീ കത്തിച്ച് കൊല്ലുകയാണ് സുവ. എന്നിട്ട് അവൻ നേരത്തെ തടവിലാക്കിയ പോലീസ് ഓഫീസറിനെ മോചിതനാക്കി സഹായിക്കാൻ കൂടെ വിളിക്കുന്നു. മാർക്ക് ആവട്ടെ ഡെലിവറി സിസ്റ്റത്തിനടുത്ത് എത്തി താൻ വന്ന ജോലി ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കണ്ട് പുറകെ വരുന്ന ഒരു ഏലിയൻ ഇവരോട് ഫൈറ്റ് ചെയ്യുവാണ്. ഏലിയൻ അവനെ ബന്ധിതനാക്കി അടിക്കാനായി കൈ ഉയർത്തുമ്പോൾ മാർക്കിന്റെ അടുത്തുണ്ടായിരുന്ന ഭാര്യയുടെ മോതിരം താഴെ വീണ് കിടക്കുന്നത് കണ്ട് ഏലിയന്റെ ശ്രദ്ധ മാറുന്നു.
ഏലിയന്റെ കണ്ണിന്റെ നിറം ചുവപ്പായി മാറുന്നതും മോതിരത്തിലേക്കുള്ള നോട്ടമൊക്കെ കണ്ട് ഇത് തന്റെ മകൻ ട്രെൻഡ് തന്നെയാണെന്ന് മാർക്ക് ഉറപ്പിക്കുന്നു. എന്നാൽ ട്രെൻഡിന് പണ്ടത്തെ ഓർമ്മകൾ കുറച്ചു നേരമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ വീണ്ടും ഏലിയന്റെ സ്വഭാവം എടുക്കാണ്. ഇത് മനസ്സിലാക്കിയ മാർക്ക് അവനെ താഴത്തേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് അടുത്തതായി വന്ന എഗ്ഗ് പിടിച്ച് സിറിഞ്ച് കുത്തി ഡെലിവറി സിസ്റ്റത്തിലേക്ക് എറിയുന്നു. ടണലിൽ നിന്ന് ഇറങ്ങി ഓടിയവരെ കാത്ത് പുറത്ത് ഏലിയൻസ് നിൽക്കുന്നുണ്ട്. അവരുടെ ഒപ്പം ലീഡർ ഏലിയനും വലിയ റോബോട്ടിൽ കയറി ആക്രമിക്കാനായി എത്തുന്നു. സുയും അവന്റെ സഹായികളും അവർക്ക് പറ്റുന്ന രീതിയിൽ ഏലിയൻസിനെ കൊന്നൊടുക്കുന്നുണ്ട്. എഞ്ചിൻ ലേഡി കുട്ടീനെ കൊണ്ടോടുമ്പോൾ പുറകിൽ അവരെ ആക്രമിക്കാൻ എത്തിയ ഏലിയനെ കാണുന്ന സയന്റിസ്റ്റ് ഇവരെ രക്ഷിക്കാൻ അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഏലിയൻ അതിന്റെ കൂർത്ത കൈ കൊണ്ട് സയന്റിസ്റ്റിനെ കൊല്ലുന്നു. ഇനി കാണിക്കുന്നത് മാർക്ക് എറിഞ്ഞ ആ മുട്ട ഡെലിവറി സിസ്റ്റം പ്രവർത്തിക്കുന്ന നീലപ്രകാശം മാറ്റി ചുവന്ന പ്രകാശത്തെയാക്കുന്നു. അതുകൂടാതെ ഇതിനടുത്ത് നിൽക്കുന്ന ട്രെൻഡിന് അവന്റെ പണ്ടത്തെ ഓർമ്മകൾ പൂർണ്ണമായി ഓർമ്മ വന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഷിപ്പിന്റെ പ്രവർത്തനത്തിൽ മുഴുവനായും ചുവന്ന പ്രകാശം വന്നത് കണ്ട് ലീഡർ ഏലിയൻ അതിനടുത്തെത്തി പ്രധാനമായും ചുവന്ന പ്രകാശം വരുന്ന ഭാഗം ഷിപ്പ് പൊളിച്ച് അതെടുത്ത് വലിച്ചെറിയുകയാണ്. പൊളിഞ്ഞ ഷിപ്പിൽ നിന്ന് പുറത്തെത്തിയ മാർക്കിനെ കണ്ട ഒരു ഏലിയൻ അവനെ ആക്രമിക്കാനായി വരുമ്പോൾ അടുത്തുണ്ടായിരുന്ന മിഷ്യൻ കണ്ട് അതിൽ കൈയിട്ട് മാർക്കിന് നേരത്തെ പോലെ ആ മൂർച്ചയുള്ള എക്യുപ്മെന്റ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അത് വെച്ച് എളുപ്പമായി ആ ഏലിയനെ കൊന്ന ശേഷം എഞ്ചിൻ ലേഡിയെ ആക്രമിച്ചു കൊണ്ടിരുന്ന ഏലിയനെയും അവൻ ചെന്ന് കൊല്ലുന്നു. ഏലിയൻസ് എല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് ആ കുട്ടീനെ ആയതുകൊണ്ട് ഓരോ ഏലിയൻസ് വരുമ്പോൾ അവരെ കൊല്ലാനായി ഇവരോടൊപ്പം ഫൈറ്റേഴ്സായ സുയും പോലീസുകാരനും കൂടെ ചേരുന്നു. അങ്ങനെ ഇവരെല്ലാം ഒത്തുചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ഏലിയൻസിനെല്ലാം മാരകമായ ഫൈറ്റിലൂടെ ഇല്ലാതാക്കുന്നു. എന്നാലോ ഈ സമയത്തായിരിക്കും കുട്ടിയെ തിരഞ്ഞ് ലീഡർ ഏലിയൻ റോബോട്ടുമായി അവിടേക്ക് എത്തുന്നത്. അത്രയും വലിയ റോബോട്ടിനെ തോപ്പിക്കുന്നത് ഇവർക്കും എളുപ്പമല്ലായിരുന്നു. ഈ സമയം ഇവരുടെ ഒക്കെ രക്ഷകനായി ലീഡർ ഏലിയന്റെ അത്ര തന്നെയുള്ള വലിയ റോബോട്ടുമായി ട്രെൻഡ് അവിടേക്ക് എത്തിയിരുന്നു. ട്രെൻഡിന്റെ എൻട്രി കണ്ട് അവൻ ലീഡർ ഏലിയനെ തകർത്ത് വാരുമെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അതല്ലായിരുന്നു അവിടെ നടന്നത്. ലീഡർ ഏലിയൻ ആയിരുന്നു ഫൈറ്റിൽ ലീഡ് ചെയ്ത് നിന്നിരുന്നത്. അതുകൂടാതെ ഫൈറ്റിങ്ങിനിടയിൽ ലീഡർ ഏലിയൻ ട്രെൻഡിന്റെ റോബോട്ടിന്റെ കൈയും പിഴുതെടുത്തിരുന്നു. ഇത് കണ്ട് ഓടിയെത്തി മാർക്ക് ഒരു മിസൈൽ ലീഡർ ഏലിയന് ഉന്നം പിടിച്ച് പൊട്ടിക്കാണ്. മാർക്ക് പോയത് കൊണ്ട് സ്വയം കൂട്ടരും ഏലിയൻസിന് മുന്നിൽ പെട്ടുപോയിരുന്നു. പോലീസുകാരന്റെ കാലും കൈയും പിഴുതെടുത്ത് ഏലിയൻസ് അയാളെ ക്രൂരമായി കൊല്ലുകയാണ്. എഞ്ചിൻ ലേഡി ഫൈറ്റിൽ ശ്രദ്ധ കൊടുത്തു നിന്നത് കൊണ്ട് അവളുടെ പുറകിലുണ്ടായിരുന്ന ആ കുട്ടി എങ്ങോട്ടേക്കോ ഓടിപ്പോവാണ്. അവൾ ശരിക്കും പോയിരുന്നത് ചുവന്ന പ്രകാശം വരുന്ന ആ പൊട്ടിയ ഭാഗത്തേക്കാണ്. അവൾ തന്റെ കൈ ആ മെഷീന്റെ മേളിൽ വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചുവന്ന പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു. ഇത് കണ്ട ലീഡർ ഏലിയൻ അത് തടയാനായി അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും മാർക്കും ട്രെൻഡും വന്ന ആ കുട്ടിയെ രക്ഷിക്കാണ്. എന്നിട്ട് ട്രെൻഡ് ആ ചുവന്ന പ്രകാശം വരുന്ന മിഷൻ പൊക്കി ആ ലൈറ്റ് ലീഡർ ഏലിയന് നേരെ വിടുന്നു. പ്രകാശമാവട്ടെ ലീഡർ ഏലിയനെ തകർത്ത് മുന്നോട്ടേക്ക് പോയി നിന്ന് തിളങ്ങുന്നു. ചുവന്ന പ്രകാശം കാണുന്ന മറ്റു ഏലിയൻസിന് അവരുടെ ഓർമ്മകളെല്ലാം തിരിച്ചെത്തുന്നതായും കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കാൻ കാരണം ട്രെൻഡും കൂടി ആയതുകൊണ്ട് മാസായി അതിനുള്ളിൽ നിന്ന് നടന്നു വന്നവൻ അച്ഛന്റെയും കൂട്ടുകാരുടെയും അടുത്തെത്താണ്. അങ്ങനെ വലിയൊരു യുദ്ധം ജയിച്ച സന്തോഷത്തിൽ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് പേരിട്ടില്ലല്ലോ എന്ന് മാർക്ക് ചോദിക്കുമ്പോൾ റോസ് എന്ന പേര് എങ്ങനെയുണ്ടെന്ന് എഞ്ചിൻ ലേഡി മറുപടി കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു വയ്യാത്ത പെണ്ണില്ലേ, അവളെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്കത് ആരാണെന്ന് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ശരി, എങ്കിൽ ഞാൻ പറയാം, അത് വളർന്നു വലുതായ റോസ് ആണ്. അവളാണ് ഇപ്പോഴത്തെ ആ ഷിപ്പിലെ ക്യാപ്റ്റൻ. അതുകൂടാതെ അവളെ സഹായിക്കാനായി നമ്മുടെ ട്രെൻഡും കൂടെയുണ്ട്. ഇന്ന് അവർ തിരിച്ച് ഏലിയൻസിനെ ആക്രമിക്കുകയല്ല, അവർക്കായിട്ടുള്ള ആക്രമണം തുടങ്ങി വെക്കുന്നവരാണ്. ഈ ഒരു ക്ലൈമാക്സ് കാണിച്ചുകൊണ്ട് നമ്മുടെ മൂവിയുടെ അവസാനിക്കുമ്പോൾ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കണേ. ബിയോണ്ട് സ്കൈലൈൻ എന്ന ഈ മൂവി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എക്സ്പ്ലെയിൻ ചെയ്യാനായി റെക്കമെൻഡ് ചെയ്തതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസും ഞങ്ങളെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ ഉറപ്പായും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ശരി, അടുത്തൊരു മൂവിയുമായി വീണ്ടും കാണാം.